അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നബിദിനാഘോഷം എന്ന പുത്തനാചാരത്തെ വെള്ളപൂശാൻ പൊതുവെ പറയപ്പെടാറുള്ള മറ്റൊരു ന്യായമാണ് നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ട്, അതിന് തെറ്റില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ എത്രമാത്രം വൈരുദ്ധ്യവും അബദ്ധ ജഡിലവുമാണ് ഈ വാദമെന്നത് മതത്തിൻ്റെ ബാലപാഠമെങ്കിലും അറിയുന്നവർക്കെല്ലാം ബോധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തിനെതിരെ താക്കീത് ചെയ്ത ധാരാളം ഹദീസുകളുണ്ട്. 100ഓളം ഹദീസുകൾ വ്യത്യസ്തമായ പരമ്പരകളിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സ്വഹീഹായി പഠിപ്പിക്കപ്പെട്ട് തന്നെ കാണാൻ കഴിയും. അതിൽ പ്രവാചകർ ഏറ്റവും അധികം തവണ ആവർത്തിച്ചു പറഞ്ഞ, ഒരുപക്ഷെ 1000 പ്രാവശ്യമെങ്കിലും അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഭാഗം ഉൾക്കൊള്ളുന്ന വചനം. മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്, ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്, വഴികേടാണ്. 1000 പ്രാവശ്യമെങ്കിലും അവിടുന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഖുത്ബയിലും നബിതങ്ങൾ ഇത് ആവർത്തിക്കാറുണ്ട്, മറ്റു ഉത്ബോധനങ്ങളിൽ ആവർത്തിക്കാറുണ്ട്. പൊതുവായ ഉപദേശങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പറയുന്ന കാര്യമാണ് വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. അനാചാരങ്ങളെല്ലാം വഴികേടുമാണ്. ചില റിപ്പോർട്ടിൽ വഴികേടുകളെല്ലാം നരകത്തിലാണ് എന്നും കാണാം. അപ്പം ബിദ്അത്താണോ? അതൊരിക്കലും നല്ലതല്ല, ളലാലത്താണ് എന്നാണ് പ്രവാചക അധ്യാപനം. നല്ലതാണോ? അവ ബിദ്അത്തുമല്ല. പക്ഷെ ഇന്ന് ആളുകൾ വ്യാപകമായി പറയുന്നു നബിദിനാഘോഷം ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ്. നല്ല ബിദ്അത്ത് എന്ന ഒന്ന് ദീനിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അഹ്ലുസുന്നയുടെ നേതാക്കൾ സ്വഹാബിമാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ഐക്യകണ്ഠനെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്, മതത്തിൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന ഒന്നില്ല. ബിദ്അത്ത് എന്ന പദം ഒരുപക്ഷെ നല്ലതിനും ചീത്തക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേക്കാം. ഒരു പുതിയ റോഡ് വന്നാൽ ഭാഷാപരമായി ബിദ്അത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ കെട്ടിടം പണിതാൽ അതിന് വേണമെങ്കിൽ ബിദ്അത്ത് എന്ന് പറയാം. അതിൽ നല്ലതുണ്ടോ ഇല്ലേ എന്നതല്ലല്ലോ നമ്മുടെ ചർച്ച. ദീനിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളിൽ നല്ലത് ചീത്ത എന്ന വ്യത്യാസമുണ്ടോ? ഇല്ല. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു വകുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹൻ നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, നല്ലതാണ് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി എന്നാണ്. അപ്പം നല്ലതാണ് എന്ന അഭിപ്രായം വരാനുണ്ട് എന്നാണല്ലോ ആ സ്വഹാബിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെന്തു പറഞ്ഞാലും ശരി, മതപരമായ ബിദ്അത്തുകളിൽ നല്ലത് ചീത്ത എന്ന ഒന്നില്ല. നല്ല ബിദ്അത്ത് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എല്ലാ അനാചാരങ്ങളെയും മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. പുതിയ ദിക്റുകൾ, പുതിയ നിസ്കാരങ്ങൾ, പുതിയ നോമ്പുകൾ, പുതിയ പ്രാർത്ഥനകൾ, പുതിയ പുതിയ ഖുർആൻ പാരായണങ്ങൾ, ഇവയെല്ലാം കൊണ്ടുവരുമ്പോൾ പറയുന്ന ന്യായമാണ് നല്ല ബിദ്അത്താണ് എന്നത്. നബിദിനാഘോഷത്തിലും ഈ ന്യായം വ്യാപകമായി ചില ഉസ്താദുമാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും അതോടുകൂടി ഒരു കാര്യം അവർ സമ്മതിക്കുന്നു, ഇത് ബിദ്അത്ത് തന്നെയാണ് എന്നത്. എങ്കിൽ നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിവില്ലാതെ ബിദ്അത്താണോ എനിക്ക് വേണ്ട എന്നല്ലേ ഒരു വിശ്വാസി തീരുമാനിക്കേണ്ടത്? നബിയുടെ സ്വഹാബിമാർ എന്തെങ്കിലും ഒരു ബിദ്അത്തിന് അംഗീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരെങ്കിലും ഏതെങ്കിലും ബിദ്അത്തിനെ അംഗീകരിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ആ ന്യായമല്ല എന്ന് നാം തിരിച്ചറിയുക. ബിദ്അത്താണോ? നല്ലതല്ല. നല്ലതാണോ? ബിദ്അത്തുമല്ല. അതുകൊണ്ട് നല്ല ബിദ്അത്ത് എന്ന ന്യായം ഇസ്ലാമിലില്ലാത്തതിനെ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആരോ കണ്ടെത്തിയ കുതന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ബിദ്അത്തിനെയും ഒഴിവാക്കുവാൻ, വർജിക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.